ഇന്ന് നമുക്ക് ഈ വീഡിയോയിൽ സമ്പത്ത് അല്ലെങ്കിൽ ധനം, സമ്പത്തും കർമ്മയും എങ്ങനെ റിലേറ്റഡ് ആയിരിക്കുന്നു എന്നുള്ളത് നോക്കാം. കർമ്മ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് കർമ്മ. കർമ്മ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് ഇപ്പോഴല്ല, പാസ്റ്റിൽ ചെയ്ത കാര്യങ്ങളും കർമ്മയിൽ ഉൾപ്പെടും. ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും കർമ്മയിൽ ഉൾപ്പെടും. ഇപ്പോൾ നമ്മൾ ഈ ചെയ്യുന്നത് മാത്രമല്ല കർമ്മ, നമ്മുടെ ചിന്തകൾ തോട്ട്സ് അതും കർമ്മയാണ്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതായാലും ചിന്തിക്കുന്നതായാലും എല്ലാം പാർട്ട് ഓഫ് കർമ്മയാണ്. അതുപോലെ തന്നെ കർമ്മ എന്ന് പറയുമ്പോൾ ബാഡ് കർമ്മയുണ്ട്, ഗുഡ് കർമ്മയുണ്ട്. അതായത് നമ്മൾ നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്, സത്കർമ്മങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ അത് നല്ല കർമ്മയായിട്ട് കണക്കാക്കും. അതല്ല നമ്മളിപ്പോൾ എപ്പോഴും ഓരോന്ന് ദുഷ്ചിന്തകളാണ് അല്ലെങ്കിൽ ദുഷ്കർമ്മങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ അത് ദുഷ്കർമ്മ അല്ലെങ്കിൽ ബാഡ് കർമ്മയായിട്ട് നമ്മൾ കണക്കാക്കും. അപ്പോൾ കർമ്മയും നമ്മുടെ സമ്പത്തും തമ്മിൽ എന്താണ് ബന്ധം എന്ന് നോക്കാം. ആക്ച്വലി അത് രണ്ടും ഇൻ്റർ കണക്റ്റഡ് ആണ്. അതെങ്ങനെയാണ് കണക്റ്റ് ആയിരിക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ കർമ്മ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളും ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ചിന്തകളും ഉണ്ട് അല്ലേ. ഈ ചിന്തകളെല്ലാം എനർജിയാണ്. ഇറ്റ്സ് എ ഫോം ഓഫ് എനർജി. നമ്മുടെ ഈ ലോകത്തിൽ ജീവനുള്ളതും അല്ലെങ്കിൽ ജീവനില്ലാത്തതുമായി എല്ലാറ്റിലും എനർജി ഉണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ചിന്തിക്കുന്നതിലും എനർജിയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധയോടെ വേണം ഓരോ കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴും അല്ലെങ്കിൽ പ്രവർത്തിക്കുമ്പോഴും. കാരണം ഇതെല്ലാം എനർജിയാണ്. ഇത് ഒന്നുകിൽ പോസിറ്റീവായിട്ടുള്ള എനർജി ആവാം, അല്ലെങ്കിൽ അത് നെഗറ്റീവായിട്ടുള്ള എനർജി ആവും. അപ്പം നമ്മളെല്ലാം ചെയ്യുന്നത് വളരെ നല്ല കാര്യങ്ങളാണ്, സത്കർമ്മങ്ങളാണ്. നമ്മൾ ചിന്തിക്കുന്നത് മുഴുവൻ നല്ല കാര്യങ്ങളാണ് എങ്കിൽ അത് പോസിറ്റീവായിട്ടുള്ള എനർജി ആയിട്ട് കണക്കാക്കപ്പെടും. അതെല്ലാം നമ്മളെപ്പോഴും ഇപ്പോൾ ചെയ്യുന്നതെല്ലാം ദുഷ്കാര്യങ്ങളാണ്, അതുപോലെ നമ്മുടെ ചിന്തകളെല്ലാം മോശം ചിന്തകളാണ്, വേണ്ടാത്തതൊക്കെയാണ് ചിന്തിക്കുന്നതെങ്കിൽ അതെല്ലാം എന്തായിട്ട് വരും, ബാഡ് എനർജി ആയിട്ട് കണക്കാക്കപ്പെടും. നമ്മൾ ചിന്തിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ എനർജി ആയിട്ട് യൂണിവേഴ്സിലേക്ക് നമ്മൾ മെസ്സേജ് കൊടുക്കുകയാണ്. സോ നമ്മൾ ചിന്തിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ എന്താണോ യൂണിവേഴ്സിനോട് കൊടുക്കുന്നത് അതിൻ്റെ 100 ഇരട്ടിയായിട്ട് യൂണിവേഴ്സ് അത് നമ്മിലേക്ക് തന്നെ എത്തിച്ചേരും. ഇത് ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നടക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ചെയ്യുന്നതോ അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ അല്ലെങ്കിൽ ചിന്തകൾ എല്ലാം പോസിറ്റീവാണ്. നമ്മൾ ഈ പോസിറ്റീവ് മെസ്സേജസ് ആണ് യൂണിവേഴ്സിന് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ 100 ഇരട്ടിയായിട്ട് അതേ പോസിറ്റീവ് എഫക്റ്റ് നമ്മിലേക്ക് തന്നെ എത്തിച്ചേരും. ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ചിന്തകളെല്ലാം പോസിറ്റീവായിട്ട് എപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന കർമ്മഫലം എന്തായിരിക്കും, അത്രയും പോസിറ്റീവായിട്ടുള്ളതായിരിക്കും നമുക്ക് തിരിച്ച് കിട്ടുന്നത്. ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ സമ്പത്തിൻ്റെ കാര്യം. നമ്മളിപ്പോൾ സമ്പത്തിനെ പറ്റി അല്ലെങ്കിൽ ധനത്തിനെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മൾ ആദ്യം ചിലപ്പോൾ എന്തായിരിക്കും ചിന്തിക്കുക, ചിലപ്പോൾ നമ്മുടെ കയ്യിൽ അത്ര പൈസയൊന്നും ഉണ്ടാവില്ല. അയ്യോ എനിക്ക് കടമാണ്, എനിക്ക് ദാരിദ്ര്യമാണ്, എനിക്ക് അവിടെ അത്രയും പൈസ കൊടുക്കാനുണ്ട്, എനിക്ക് ബാങ്കിൽ ലോണുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ മിക്കവാറും ധനത്തിനെ പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഇതെല്ലാം നെഗറ്റീവ് എനർജിയാണ്. ഈ നെഗറ്റീവ് എനർജിയാണ് നമ്മൾ യൂണിവേഴ്സിലേക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മെസ്സേജായിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സ് എന്താണ് ചെയ്യുക, ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം ഇതെല്ലാം നമുക്ക് തന്നെ തിരിച്ചു തരും 100 ഇരട്ടിയായിട്ട്. സോ ഇന്ന് നമ്മൾ എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ അതെല്ലാം നമ്മൾ ഒരു കാലത്ത് നമ്മൾ ചിന്തിച്ച ചിന്തയുടെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് നമ്മൾ ഇന്ന് ഇത്രയും അനുഭവിക്കേണ്ടി വരുന്നത്. സോ എല്ലാറ്റിനും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചിന്തകൾ കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ അവസ്ഥ വരുത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് മാറ്റാൻ നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടത്, നമുക്കുള്ളതിന് നമുക്ക് നന്ദി പറഞ്ഞ് ശീലിക്കാം. കാരണം നമ്മുടെ കയ്യിലിപ്പോൾ ദാരിദ്ര്യമാണ്, അത്രയും പൈസ ഒന്നും ഇല്ലെങ്കിൽ കൂടി ഒന്നുമില്ലായ്മയില്ല. നമുക്ക് 3 നേരം ഭക്ഷണം കഴിക്കുന്നില്ല, അതിനുള്ള പൈസ നമ്മുടെ കയ്യിലില്ലേ. ഇപ്പോൾ നമുക്കൊരു കയറി കിടക്കാൻ ഒരു വീടില്ലേ, ഇപ്പോൾ വാടക വീടാണോ സ്വന്തം വീടാണെങ്കിലും നമുക്ക് കയറി കിടക്കാൻ ഒരു വീടുണ്ട്, 3 നേരം ഭക്ഷണം കഴിക്കാനുണ്ട്, അതുപോലെ വസ്ത്രങ്ങളുണ്ട്. അപ്പോൾ ഇതിനെല്ലാം നമ്മുടെ കയ്യിൽ ധനമുണ്ട്, ഒന്നുമില്ലായ്മയല്ല. നമ്മൾ ഉള്ളതിന് നമ്മൾ എന്ത് ചെയ്യണം, നന്ദി പറഞ്ഞ് ശീലിക്കണം.
ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുന്നത് ഇപ്പോൾ എല്ലാവരുടെയും ഉള്ളതല്ലേ, എല്ലാവർക്കും ഭക്ഷണം കഴിക്കാനുണ്ടല്ലോ, എല്ലാവർക്കും വീടുണ്ട്, ഒന്നുകിൽ സ്വന്തം വീടോ അല്ലെങ്കിൽ വാടക വീടോ എല്ലാവർക്കും ഉള്ളത് തന്നെയാണ് അല്ലേ. ഇതിനൊക്കെ എന്തിനാണ് ഞാൻ നന്ദി പറയണത് വിചാരിക്കും. പക്ഷേ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കും, നന്ദി പറഞ്ഞ് ശീലിക്കും. നമുക്കിപ്പോൾ ചെറുതായിട്ട് നമ്മുടെ കയ്യിലുള്ളപ്പോൾ ഒരു 10 രൂപയാണെങ്കിൽ കൂടി അതിന് നന്ദി പറഞ്ഞ് ശീലിക്കുക. കാരണം നമ്മുടെ കയ്യിൽ ഇപ്പം നിങ്ങൾ ഈ കേൾക്കുന്ന വീഡിയോ ഇപ്പം നിങ്ങളത് കേൾക്കുന്നുണ്ടെങ്കിൽ കൂടി അതൊരു മൊബൈലുള്ളത് കൊണ്ടും ഇൻ്റർനെറ്റ് കണക്ഷൻ ഉള്ളത് കൊണ്ടും അല്ലേ നിങ്ങൾക്കത് കേൾക്കാൻ സാധിക്കുന്നത്. സോ എല്ലാറ്റിനും നിങ്ങൾ നന്ദി പറഞ്ഞ് ശീലിക്കുക. നമ്മുടെ കയ്യിലുള്ള ധനത്തിന് നന്ദി പറഞ്ഞ് ശീലിക്കുമ്പോൾ തന്നെ എന്താവും, നമ്മളത് പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് യൂണിവേഴ്സിന് മെസ്സേജായിട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മളിലേക്ക് അതിൻ്റെ 100 ഇരട്ടിയായിട്ട് പൈസ അല്ലെങ്കിൽ സമ്പത്ത് എന്താണ് വന്നുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെയുള്ള വേറൊരു കാര്യമാണ് മണി എന്ന് പറയുമ്പോൾ ഒരു മൂവിങ് ആയിട്ടുള്ള, മണി എന്ന് പറഞ്ഞാലും എനർജിയാണ്, നമ്മുടെ സമ്പത്ത് അതൊരു മൂവിങ് ആയിട്ടുള്ള എനർജിയാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ കുറേ പൈസ ഉണ്ട്, പക്ഷെ അത് നമ്മൾ ചിലവാക്കാണ്ട് വെച്ചിരിക്കുകയാണെങ്കിൽ അതുകൊണ്ടൊരു ഉപയോഗമില്ല. ഇപ്പോൾ നമുക്ക് നല്ലൊരു ഭക്ഷണം കഴിക്കണം, റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നന്നായിട്ട് ഫുഡ് കഴിക്കണമെന്ന് തോന്നി, നമ്മുടെ കയ്യിൽ കാശുമുണ്ട്, പക്ഷെ എന്ത് ചെയ്യും, അയ്യോ അത് ചിലവായി പോകുമല്ലോ എന്നുള്ള പേടി കാരണം നമ്മൾ അത് ഭക്ഷണം കഴിക്കാണ്ട് കയ്യിൽ കാശും വെച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ ആർക്കും ഒരു പ്രയോജനമില്ല, കാശ് അവിടെ തന്നെ ഇരിക്കും എന്നുള്ളതല്ലാണ്ട് നമുക്കതുകൊണ്ട് ഒരു ബെനിഫിറ്റും ഉണ്ടായില്ല. അതുകൊണ്ട് മണി എന്ന് പറയുമ്പോൾ അതൊരു മൂവിങ് ആയിട്ടുള്ള എനർജിയാണ്, അതൊരു സ്ഥലത്ത് തന്നെ ഇരിക്കുമ്പോൾ അതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള സാധനം, അതായത് നമ്മുടെ കയ്യിലുള്ള ധനം, അത് നമുക്ക് വേണ്ട ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കണം. എന്നാലെയാണ് അത് നമ്മിലേക്ക് പിന്നെയും പിന്നെയും വേറൊരു രൂപത്തിൽ ധനം വന്നുകൊണ്ടേയിരിക്കുള്ളൂ. അതുപോലെ തന്നെയാണ് പിശുക്ക് അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ, അയ്യോ ഞാൻ ധനം ചിലവാക്കി കഴിഞ്ഞാൽ അതിൻ്റെ കയ്യിൽ നിന്ന് പോകുമോ, ഇതൊക്കെ ഒരു നെഗറ്റീവായിട്ടുള്ള എനർജിയാണ് നമ്മൾ യൂണിവേഴ്സിലേക്ക് കൊടുക്കുന്നത്. സോ ഇതെല്ലാം മാറ്റിയിട്ട് നമ്മൾ ഉള്ള ധനത്തിന് നന്ദി പറഞ്ഞ് തുടങ്ങുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറേ മണി അഫർമേഷൻസ് ഉണ്ട്, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഡെയിലി ലൈഫിൽ. അത് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ കൊടുക്കുന്ന മെസ്സേജാണ്, നമ്മൾ ഭയങ്കര റിച്ചാണ് അതുപോലെയുള്ള. സോ ഇതിങ്ങനെ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കുമ്പോൾ അത് തന്നെയാണ് യൂണിവേഴ്സിലേക്ക് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 100 ഇരട്ടിയായിട്ട് നമുക്കതൊക്കെ തിരിച്ച് നമ്മിലേക്ക് തന്നെ വരികയും ചെയ്യും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഓർക്കുക, മണി ആൻഡ് കർമ്മ ബോത്ത് ആർ ഇൻ്റർ കണക്റ്റഡ്. സോ നമ്മൾ വിചാരിക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം അത് പോസിറ്റീവായിരിക്കണം, എങ്കിൽ മാത്രമേ നമ്മിലേക്ക് കൂടുതൽ ധനം വന്നു ചേരുകയുള്ളൂ.